നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2024 ഓഗസ്റ്റ് മാസം 25-ാം തീയതി ഞായറാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമായിട്ട് കാണുക. വാർത്ത പരമാവധി ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. അതോടൊപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഓണക്കാലത്തെ ചിലവുകൾക്ക് വേണ്ടി ഇപ്പോൾ സംസ്ഥാന സർക്കാർ കടമെടുക്കാൻ തീരുമാനിച്ചു. 3000 കോടി രൂപയാണ് കടമെടുക്കുക. ഇതാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. പതിവായിട്ടുള്ള ചിലവുകൾക്ക് പുറമെ ഓണക്കിറ്റ്, അതുപോലെ തന്നെ ഓണക്കാലത്തെ ക്ഷേമ പെൻഷൻ, ഉത്സവ ഭത്ത എന്നിവയ്ക്കും പണച്ചിലവ് ഉണ്ട്. ഇത് മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് പണം കടമെടുക്കുന്നത്. ആകെ മൊത്തം 7000 കോടി രൂപയാണ് ഓണക്കാലത്ത് സർക്കാരിന് ചിലവ് വരിക. ഇതിൽ തികയാതെ വരുന്ന പണമാണ് റിസർവ് ബാങ്കിനോട് സർക്കാർ ആവശ്യപ്പെടുക. ഓഗസ്റ്റ് 27-ന് സർക്കാർ കടമെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കും. റിസർവ് ബാങ്കിൻ്റെ കോർ ബാങ്കിംഗ് സൊല്യൂഷനായിട്ടുള്ള ഇ-കുബേർ വഴി കടപ്പത്രങ്ങളിറക്കിയാണ് പണം കടമെടുക്കുക. ഓഗസ്റ്റ് മാസത്തിലെ പെൻഷന്റെ വിതരണം നാളെ മുതൽ തന്നെ വിതരണ നടപടികൾ ആരംഭിക്കുകയാണ്. ഓഗസ്റ്റിലെ പെൻഷൻ മാത്രമായിരിക്കും നമുക്ക് നാളെ മുതൽ വിതരണം ആരംഭിക്കുമ്പോൾ ലഭിക്കുക. അതുകൊണ്ട് തന്നെ 1600 രൂപയാണ് ഈ മാസം ലഭിക്കുക. നാളെ 25-ാം തീയതി മുതൽ 30 വരെയുള്ള തീയതികൾക്കിടയിലാണ് ഓഗസ്റ്റിലെ പെൻഷന്റെ വിതരണം നടക്കുക. DBT സെല്ലിന്റെ അധികൃതരാണ് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. വിതരണ നടപടികൾ ധനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. കുടിശ്ശിക വിതരണം ഈ മാസം ഉണ്ടാവില്ല. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, നമ്മുടെ സംസ്ഥാനത്ത് ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവർക്കുള്ള ഇലക്ട്രോണിക് KYC എന്ന മസ്റ്ററിംഗ് പ്രക്രിയ ഇപ്പോൾ സംസ്ഥാന വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംസ്ഥാനത്തെ വിവിധ മേഖലകളിൽ ക്യാമ്പുകളൊക്കെ തന്നെ വിവിധ ഏജൻസികളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, എത്രയും വേഗം തന്നെ മസ്റ്ററിംഗ് നടപടികൾ വളരെ വേഗം പൂർത്തീകരിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ്. കേന്ദ്ര സർക്കാർ നിലവിൽ അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ അവസാന തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞ് പിന്നീട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഭാവിയിൽ ഗ്യാസ് റീഫില്ലിംഗ് തടസ്സപ്പെടും. അതുപോലെ തന്നെ ഗ്യാസ് സിലിണ്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആനുകൂല്യങ്ങൾ, സബ്സിഡികളൊക്കെ തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏത് ഗ്യാസ് വിതരണ ശൃംഖലയും ആയിക്കൊള്ളട്ടെ, ഇന്ത്യന്, HP, ഭാരത് ഏതുമായിക്കൊള്ളട്ടെ, വിവിധ മേഖലകളിൽ ഇപ്പോൾ ക്യാമ്പുകൾ നടക്കുന്നുണ്ട്. പൊതുവെ അവധി ദിവസങ്ങളിലാണ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. ഈ സമയം നിങ്ങളുടെ ഗ്യാസ് റീഫിൽ ചെയ്യുന്നതിനുള്ള ഗ്യാസിൻ്റെ കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പാസ്ബുക്ക്, അതുപോലെ തന്നെ ഗ്യാസ് സിലിണ്ടറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡ് എന്നിവ കൈവശം ഉണ്ടായിരിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള അശരണരായിട്ടുള്ള വിധവകൾക്ക് അഭയവും സംരക്ഷണവും നൽകുന്ന അഭയകിരണം പദ്ധതിയിൽ നിങ്ങൾക്ക് ധനസഹായത്തിനായിട്ട് ഇപ്പോൾ ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ സാധിക്കും. അശരണരായിട്ടുള്ള വിധവകൾക്ക് അഭയവും സംരക്ഷണവും നൽകുന്ന പദ്ധതിയാണ് അഭയകിരണം. ഈ പദ്ധതി പ്രകാരം സാധുക്കളായിട്ടുള്ള വിധവകൾക്ക് അഭയസ്ഥാനം നൽകുന്ന ബന്ധുവിന് പ്രതിമാസം 1000 രൂപ സഹായമായിട്ട് ലഭിക്കുന്നത്. വിശദവിവരങ്ങൾക്കായിട്ട് www.schemes.wcd.kerala.gov.in എന്ന വെബ്സൈറ്റിൽ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും. അർഹതയനുസരിച്ച് അപേക്ഷ സമർപ്പിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഓണത്തിന് മുൻപായിട്ട് തന്നെ സംസ്ഥാനത്ത് 1000 സ്റ്റോറുകൾ തുറക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി GR അനിൽ. ജനങ്ങൾ ആശ്രയിക്കുന്ന ദൈനംദിന സേവനങ്ങളും അതുപോലെ തന്നെ സാധനങ്ങളും റേഷൻ കടകളിലൂടെ ലഭ്യമാക്കുകയാണ് സ്റ്റോറുകളുടെ പ്രവർത്തനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. സ്റ്റോറുകൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നതായിരിക്കും. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൂടുതൽ സേവനങ്ങൾ ഒരുക്കിയുമാണ് റേഷൻ കടകളെ സ്റ്റോറുകളാക്കുന്നത്. നിലവിൽ റേഷൻ കാർഡുകൾക്ക് ലഭിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾക്ക് പുറമെ ശബരി, മിൽമ ഉൽപ്പന്നങ്ങളും 5 കിലോ തൂക്കമുള്ള മിനി ഗ്യാസ് സിലിണ്ടറുകളും സ്റ്റോറുകളിൽ ലഭിക്കും. ഇലക്ട്രിസിറ്റി ബില്ല്, ടെലിഫോൺ ബില്ല് എന്നിവയുടെ അടവ്, അതുപോലെ തന്നെ പഞ്ചായത്ത്, വില്ലേജ് സപ്ലൈ ഓഫീസുകളിൽ നിന്നുള്ള ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടെ 52 ഇനം സേവനങ്ങൾ, 10,000 രൂപ വരെയുള്ള ബാങ്കിംഗ് സൗകര്യങ്ങൾ എന്നിവയും സ്റ്റോറിൽ ലഭ്യമാണ്. അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഇടിവ് രേഖപ്പെടുത്തി ആശ്വാസമായ സ്വർണ്ണനിരക്ക് വർദ്ധിച്ചിരിക്കുകയാണ്. ഇന്ന് ശനിയാഴ്ച ഓഗസ്റ്റ് 24-ാം തീയതി 1 ഗ്രാം 22 കാരറ്റ് സ്വർണ്ണത്തിന് 35 രൂപയും പവന് 280 രൂപയുമാണ് കൂടിയത്. 1 ഗ്രാം 22 കാരറ്റ് സ്വർണ്ണത്തിന് 6695 രൂപയിലും പവന് 53,560 രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും നിങ്ങളെ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.